വർദ്ധിച്ചു വരുന്ന ചൂട് കർഷകനെ സംബന്ധിച്ച് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പശുവിനുള്ള ക്ഷീണം, ആരോഗ്യ പ്രശ്നങ്ങൾ, പാലിൻ്റെ അളവ്, കൊഴുപ്പ് കുറയുക, അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഹോമിയോയിലൂടെ കവർ ചെയ്തെടുക്കാവുന്ന മരുന്നുകൾ, ഹീറ്റ് സ്ട്രെസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കൊടുക്കാവുന്ന മരുന്നുകൾ നമുക്കുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകളാണ്. ചൂട് മൂലം മൃഗങ്ങൾക്ക്, സർവ്വജീവജാലങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു പരിധിവരെ നമുക്ക് മരുന്നിലൂടെ തന്നെ കൺട്രോൾ ചെയ്യാവുന്നതുമാണ്. ചൂടെന്നുള്ളൊരു കാലാവസ്ഥ നമുക്ക് കറക്റ്റ് ഇത്ര ദിവസം എന്നുള്ളത് ഒരിക്കലും ഇല്ലല്ലോ. അപ്പം ആ ഒരു ടെമ്പറേച്ചർ നിലനിൽക്കുന്നിടത്തോളം അതൊന്ന് മെഡിസിൻ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. കാരണം അവരുടെ ഒരു ആരോഗ്യസ്ഥിതി ആ ഒരു രീതിയിൽ ലെവൽ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് ആ മരുന്നിലൂടെ ഒരു പരിധിവരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ചൂടിൻ്റെതായിട്ടും തൈലേരിയായിട്ടും രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ഷണങ്ങൾ ഏകദേശം ഒരുപോലെയാണ് നമുക്ക് വരുന്നത്. വായുന്ന വെള്ളം പോലെ വരാ, പതഞ്ഞു വരാ, കിതപ്പ്, ക്ഷീണം, തീറ്റ എടുക്കുക, ഇതൊക്കെ തന്നെയാണ് ചൂടിൻ്റെ ബുദ്ധിമുട്ടുകളും വരുന്നത്. അപ്പം അത് തിരിച്ചറിയുന്നത് ഡോക്ടറുമായിട്ട് സംസാരിക്കുക. ഡോക്ടറിന് ലക്ഷണങ്ങൾ എന്തൊക്കെയാണോ അതനുസരിച്ചിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ മരുന്നുകൾ കൂടുതലും കൊടുക്കുന്നത്. ചൂടിൻ്റെ ബുദ്ധിമുട്ടുകളാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മരുന്നുകൾ. പിന്നെ ചൂടുള്ളപ്പോൾ ഒരു പരിധിവരെ ബാക്കിയുള്ള അസുഖങ്ങളും ഉണ്ടാവും. തൈലേരിയ, അനപ്ലാസ്മ അതുപോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പരിധിവരെ നമുക്ക് ഹീറ്റ് സ്ട്രെസ്സിനുള്ള മരുന്നുകൾ കൊടുത്ത് അത് കുറയ്ക്കുന്നതിലൂടെ ബാക്കി അസുഖങ്ങൾ ഒത്തിരി സ്പ്രെഡ് ആവാണ്ട് നമുക്ക് അതിൻ്റെ ലെവലും കുറച്ച് കൊണ്ടുവരാവുന്നതാണ്.